എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും അതുപോലെ തന്നെ ഹെൽത്തി ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ ഒരുപാട് പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ജിലേബിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വെഡിങ് ആനിവേഴ്സറി ഡേ സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ശരിയായ രീതിയിലുള്ള പിസ്സ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ പിസ്സ എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സ്പെഷ്യലാണ്. അതായത് ഈസ്റ്റ് ഇല്ലാതെ, മൊസറല്ല ചീസ് ഇല്ലാതെ, അവൻ ഇല്ലാതെ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിസ്സ മറ്റേ പിസ്സയായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്, ഇത് വേറെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗണിൽ നമുക്ക് ചിലപ്പോൾ ഈസ്റ്റ് കിട്ടാൻ വഴി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചീസ് കിട്ടാൻ വഴി ഉണ്ടാവില്ല. എങ്കിൽ പോലും കുട്ടികളൊക്കെ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ഇത് ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കും, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ടെറസ് കിച്ചൻ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ചാനൽസിൽ കംപ്ലീറ്റ് ഈ പിസ്സയാണ് ഇങ്ങനെ സജഷനിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല, പിള്ളേർ സമ്മതിച്ചു, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്ലീസ് ഒന്ന് ദയവ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ലോക്ക്ഡൗൺ സ്പെഷ്യൽ പിസ്സ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈസ്റ്റ് ഇല്ലാത്ത, അതേപോലെ തന്നെ മൊസറല്ല ചീസ് ഇല്ലാത്ത പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം, ഞാൻ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കുക, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലോട്ട് ഞാനൊരു 9 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ അതാണ് 9 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. 1/2 കപ്പ് എന്ന് പറയുന്നത് 7 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയും ഉപ്പൊക്കെ അതിൻ്റേതായ ആ ഒരു മിതമായി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഞ്ചസാര കൂടി കഴിഞ്ഞാൽ കൊള്ളില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ടെങ്കിൽ മാത്രം, ഇത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ, ബേസിലിൻ്റെ ഡ്രൈഡ് ബേസിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല. സാധാരണ രീതിയിൽ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ ചേർക്കുന്നത് എന്താണ്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ. ഇന്നലെ ഞാൻ ജിലേബി ഉണ്ടാക്കിയില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് കട്ടകളൊക്കെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് 3 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. ഞാനിത് ഉണ്ടാക്കി നോക്കി ഇന്നലെ രാത്രി. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു അളവിൽ ചെയ്താൽ മതിയാകും കേട്ടോ. ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ അടച്ചു വെക്കണം. ഞാനിതൊരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കണം. അപ്പോൾ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മേലെ കൂടി ഇട്ടിട്ട് ഇത് ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള സോസ് റെഡിയാക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊസറല്ല ചീസ് ചേർക്കാത്തതാണ്. അപ്പോൾ മൊസറല്ല ചീസിന് പകരമായിട്ട് നമ്മൾ ഇതിലോട്ട് വൈറ്റ് സോസാണ് ചെയ്യുന്നത്. ഞാൻ വൈറ്റ് സോസ് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ പാസ്ത വീഡിയോയിൽ. സെയിം തന്നെയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെക്കുക. അതിലോട്ട് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ, കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒന്ന് മെൽറ്റായി വരുന്ന സമയം, ഞാനിപ്പോൾ മീഡിയം ടെമ്പറേച്ചറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. മൈദ അല്ലെങ്കിൽ ആട്ട. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഞാനിട്ട് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വൈറ്റ് സോസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് ഈ ചെറിയ തീയിൽ മാറ്റുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ആ മൈദയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 1-2 മിനിറ്റോളം ഇത് കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് 1 ഗ്ലാസ് പാല്
ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം, ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സോസ് ഇങ്ങനെ ഒരുപാട് അങ്ങ് കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ആ കട്ടകൾ മാറ്റുക. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ആ പാൽ ഒഴിച്ച് നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണം. സോസ് കിട്ടും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ടകളൊന്നും ഇല്ലാത്ത മാറ്റിയെടുക്കണം. അങ്ങനെ കട്ടകൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, തരിതരി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് വെച്ചാലും മതിയാകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അല്പം ഞാൻ പറഞ്ഞ പോലെ ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. ബേസിലുണ്ടെങ്കിൽ ബേസിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു പിസ്സ കഴിക്കുന്ന ഒരു കറക്റ്റായിട്ടൊരു ഫ്ലേവർ വരാൻ വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളകാണ്, അതായത് വറ്റൽ മുളക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് കൊടുക്കണ്ട, നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊരു സ്പൈസി ആയിട്ടുള്ളൊരു സോസായിട്ട് മാറുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പെപ്പർ പൗഡർ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരല്പം പഞ്ചസാര, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇത് ഇച്ചിരി ഒന്ന് തിക്കാവുന്ന വരെ നമുക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കാം. ഇനി ചെറിയ ചൂടിൽ നിന്നും നമുക്കൊരു മീഡിയത്തിലോട്ട് ഇതിൻ്റെ മാറ്റാം. ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാനിപ്പോൾ മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു തിക്കായിരിക്കുന്ന കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിതങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ തിക്കായിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിക്കാക്കാൻ പാടില്ല. കാരണം അത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും നമ്മുടെ സോസ്. അപ്പോൾ പിസ്സ റെഡിയാക്കി അതിൻ്റെ ബേസ് റെഡിയാക്കി അതിലേക്ക് ഒഴിക്കാൻ നേരത്ത് നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തിക്കായിട്ട് ആദ്യം എടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ പിസ്സയുടെ സോസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി സമയം കളയുന്നില്ല. സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് തരാം. ഓക്കെ, ഞാനിവിടെ ഇന്നലെ രാത്രി ഈ പിസ്സ റെഡിയാക്കിയപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓഫ് ചെയ്തു കേട്ടോ. ഈ ഒരു തിക്നെസ് ആയുള്ള സമയത്ത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ച് മാറ്റി വെക്കാം, ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കിനും നമ്മുടെ പിസ്സയുടെ ഡോ റെഡിയാവും. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സ സോസ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ, ആ റെസിപ്പി നോക്കിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതങ്ങ് നീക്കി വെക്കാം. പിന്നെ ഇപ്പോൾ തന്നെ ഈ പാത്രത്തിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കഴുകി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം കാണാം. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു കടായി എടുക്കുക. ഞാനിപ്പോൾ ഒരു കടായിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഒരു കടായി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവനിലുണ്ടെങ്കിൽ അവനിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കടായി കാണിച്ചു തരുന്നത്. ഞാൻ നമ്മുടെ ആദ്യത്തെ പിസ്സയിൽ കടായിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പാനിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവനിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതനുസരിച്ച് ചെയ്യും. ഞാനിപ്പോൾ ഒരു പഴയ കടായി എടുത്തിട്ടുണ്ട്. നല്ല അടി കട്ടിയുള്ള കടായി എടുക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത് നല്ല അടി കട്ടിയുള്ള ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിൽ തീ വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് അടച്ചു വെക്കണം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അവൻ പോലെ നമ്മുടെ കടായി വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പിസ്സ ഒന്ന് പരത്തി എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഓക്കെ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിസ്സ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് സാധാരണ മറ്റേ ഈസ്റ്റുള്ള പിസ്സയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കി, സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിത് വെക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇതിൻ്റെ താഴെ ഏത് പ്ലേറ്റാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ താഴെ കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സാധാരണ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ പിസ്സയുടെ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു മിനി പിസ്സ അവനിലുണ്ടാക്കി കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു ചെറിയ പിസ്സ ഈ പാത്രത്തിൽ വെച്ചിട്ട് കടായിലുണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ചെറിയൊരു കഷ്ണം മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറിയൊരു കഷ്ണം മാത്രം മിനി പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവന് കിട്ടുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ വയ്ക്കാനുള്ള പിസ്സ ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനൊരു അല്പം പൊടി ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പരത്താൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ വെച്ചിട്ട് ശരിക്കും ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമ്മുടെ ഈസ്റ്റ് വെച്ചുള്ള പിസ്സ പരത്തുന്ന പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് ഒരു ശക്തി പ്രയോഗിക്കേണ്ടി വരും ഇത് പരത്തിയെടുക്കാൻ. ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ സുഖമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും.
അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യുക, അടച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര പരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക. അതിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ 10 മിനിറ്റ് ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മുടെ പൊറോട്ടയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പരത്തി മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരത്തി നൈസാക്കി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സാധാരണ ഓയിൽ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ല ഗോൾഡ് കളർ സൈഡിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിന് ശേഷം നമ്മൾ ബേസിലൊന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിന് മറ്റേ ഫോർക്ക് വെച്ചിട്ട് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നല്ല തിന്നായിട്ടുള്ള ഒരു പിസ്സ ബേസ് ആണിത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോസിൻ്റെ റെസിപ്പി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോസ് റെഡിയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കെച്ചപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കെച്ചപ്പ് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് സോസ് നമുക്കിതിലേക്ക് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയോ. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? 3 തരത്തിലുള്ള ക്യാപ്സിക്കം, കുറച്ച് സവാള, കുറച്ച് മഷ്റൂം, അതുപോലെ തന്നെ കുറച്ച് കോൺ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ എല്ലാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാണുള്ളത് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനുള്ളത് ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ മാർഗരീറ്റ പിസ്സ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറുതെ ഈ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വൈറ്റ് സോസ് മാത്രം മതിയാകും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഞാനിവിടെ ഉള്ള കാരണം വെക്കുന്നു മാത്രം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ സോസ് ഒഴിക്കാൻ പോവുകയാണ്. അതിന് ശേഷവും വീണ്ടും വേണമെങ്കിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനതും വെക്കുന്നുണ്ട്, കാരണം വെജിറ്റബിൾസ് കുറച്ച് ഉള്ളിൽ ചെല്ലട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ സോസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതേസമയം കുറച്ചും കൂടി കട്ട് ചെയ്ത് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇച്ചിരി ലൂസായിക്കോളും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ചില്ലി ഇട്ട് കൊടുത്ത കാരണമാണ് കുറച്ചൊരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ആയിരിക്കും നമ്മുടെ സോസ്, പക്ഷേ ചില്ലി ഇട്ട് കൊടുത്താലാണ് ടേസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചീസിന് പകരമാണ് കേട്ടോ സോസ് ഒഴിക്കുന്നത്. ഒരുപാട് ഓവറാക്കണ്ട, കാരണം ചീസ് ഇങ്ങനെ മെൽറ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുക നമ്മുടെ പിസ്സ കാണാൻ. അപ്പോൾ ഇത്രയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, വെക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച്, ഒന്നിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ ബേസിൽ അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്പൈസ് മിക്സ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, അത് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബേക്ക് ചെയ്യാൻ വെക്കുക. ഇത് 30 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് റെഡിയായി കിട്ടിയത്. അപ്പോൾ ഓരോരുത്തരുടെ കടായി അനുസരിച്ചും തീ അനുസരിച്ചും മാറ്റങ്ങൾ വരും. അപ്പോൾ നല്ല ഗോൾഡ് കളർ സൈഡിൽ വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കടായി നല്ല ഹീറ്റ് ആയിട്ടുണ്ട്. അതിലോട്ടൊരു എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്ക് കട്ടറാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രം വെച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഇത് ഒരിക്കലും മുട്ടാൻ പാടില്ല. ഇത് അടച്ചു വെക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ബേക്ക് ആവുന്ന വരെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ലോ ടു മീഡിയത്തിലോട്ട് മാറ്റുകയാണ്. ഏറ്റവും തീ കുറവും പാടില്ല, അതേസമയം മീഡിയവും പാടില്ല. അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് റെഡി ആയതിനു ശേഷം നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഒരു കുഞ്ഞി ബേബി ഉരുള ഉണ്ടായിരുന്നില്ലേ, അതിനെ നമുക്ക് മിനി പീസ ആക്കി മാറ്റാം. അത് ഞാൻ അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മിനി പീസ ആണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെറുതാക്കി ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ ഉരുളെല്ലാം നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക കയ്യിൽ വെച്ചിട്ട്. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഇച്ചിരി പൊടി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നേരത്തെ കാണിച്ച പോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ വൈറ്റ് സോസ് ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്തായാലും പറക്കി കളയാനുള്ളതാണ് എൻ്റെ മക്കൾ. അപ്പോൾ പിന്നെ അപ്പോൾ 10 മിനിറ്റ് നമ്മൾ അവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനിടുക. അതിനുശേഷം 5 മിനിറ്റ് നോക്കുക. 5 മിനിറ്റിന് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കുക 180 ഡിഗ്രിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് അതും കാണിച്ചു തരാം. അപ്പോൾ എനിക്കിവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണം. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല, അതായത് ഗോൾഡ് കളർ ആയിട്ടുണ്ടായിരുന്നില്ല. സൈഡൊക്കെ നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഇത് എടുക്കാം.
എൻ്റെ മിനി പിസ്സ അവനിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെഡി ആവട്ടെ. ഞാനിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അതും റെഡി ആയി കിട്ടും. ഇതാ അപ്പോൾ നമ്മുടെ മിനി പിസ്സയും അവനിൽ വെച്ചിട്ടുള്ളത് അതും റെഡി ആയിട്ടുണ്ട്. ഇതിനൊക്കെ ടൈം ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും ഓവൻ അനുസരിച്ച്. ഇത്രയുള്ള പരിപാടി ഞാനൊന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുറിക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ചൂടാറിയിട്ടുണ്ട് ഫോട്ടോ എടുത്ത് വന്നപ്പോഴേക്കിനും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പോൾ ഇതേപോലെ ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ പിസ്സ കട്ടർ വെച്ച് മുറിക്കുക, അല്ലെങ്കിൽ കത്തി വെച്ച് മുറിച്ചാലും മതിയാകും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കൂ, ഇതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. അതേസമയം കരിഞ്ഞിട്ടുമില്ല. അപ്പോൾ കടായി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ടെൻഷൻ ലെസ് ആയിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇപ്പോൾ 30-35 മിനിറ്റ് എന്ന് പറയുമ്പോൾ വലിയ സമയം നമുക്ക് പറയാൻ പറ്റില്ല. മിനി പിസ്സ മുറിക്കാം. മൊസറല്ല ചീസ് വരണ പോലെ വന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാനൊക്കെ നല്ല ചന്തമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവനിൽ വെച്ചുണ്ടാക്കിയിരിക്കുന്ന മിനി പിസ്സ. അതുപോലെ തന്നെ ഇതാണ് കടായിൽ വെച്ചിരിക്കുന്ന പിസ്സ. രണ്ടും നന്നായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡ് കളർ ക്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ടേസ്റ്റിയാണ്. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സാധാരണ പിസ്സ പോലെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വൈറ്റ് സോസ് ബ്ലാൻഡ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇന്നലെ ഞാൻ ആ റെസിപ്പി കംപ്ലീറ്റ് അതേപടി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് കാരണം ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല വാസനയുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്